ഒരു അമ്മയുടെ മുലപ്പാലെന്ന് പറയുന്നത് ആ കുട്ടിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ 6 months എത്തിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കുറുക്ക് തുടങ്ങുക എന്നല്ല പറയുന്നത്. 5 പോയിന്റ്സ് ആണ് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത്. മിക്ക കുട്ടികളും ഈ പറയുന്ന ജനിച്ചപ്പോൾ മുതൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിരിക്കും. പക്ഷേ മിക്ക പാരൻസ് അറിയില്ല എന്നതിലാണ് ഇവർക്കൊരു സോളിഡ് ഫുഡ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഭക്ഷണം എന്നതിലാണ് കുട്ടികൾ കഴിച്ചു തുടങ്ങുന്നൊരു ധാരണ ഉണ്ടാവില്ല. പലരും പറഞ്ഞ് ഇതൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പം അതിനെന്തെങ്കിലും കുട്ടികളായിട്ട് അതിപ്പോൾ നമ്മൾക്ക് 6 months വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്നാണ് WHO പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ആൾക്കാർ പറയും കുറുക്ക് കൊടുത്തു തുടങ്ങാം, ചെറുതായിട്ട് കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങാൻ, പാലും കൊണ്ടൊന്നും ആവില്ല എന്നൊക്കെ പറയും. പക്ഷെ ഒരു അമ്മയുടെ മുലപ്പാലെന്ന് പറയുന്നത് ആ കുട്ടിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ 6 months എത്തിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കുറുക്ക് തുടങ്ങുക എന്നല്ല പറയുന്നത്. 5 പോയിന്റ്സ് ആണ് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത്. മെയിനായിട്ട് അവരുടെ ഹെഡ് കൺട്രോൾ കറക്റ്റാണോ, അവർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, മൊത്തം അവർ സപ്പോർട്ട് ഒരു അസിസ്റ്റഡ് സിറ്റിംഗ് എങ്കിലും കുട്ടിക്ക് വേണം. അതായത് ഒരു കൈ താങ്ങോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിൽ പിടിച്ചു കൊടുക്കുമ്പോഴെങ്കിലും കുച്ചി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നാക്കും കൊണ്ട് പുറത്തോട്ട് ഫുഡ് തള്ളുന്നുണ്ടോ, അതെയോ സോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ കുഞ്ഞിനെന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് കുഞ്ഞു കുട്ടികളെ നോക്കി അറിയാം, അവരിങ്ങനെ നാക്കും കൊണ്ട് പുറത്തോട്ട് ഇങ്ങനെ തുഴഞ്ഞ് കാണിക്കും. ആ ഒരു മോഷൻ നിൽക്കുന്ന ഒരു പ്രായമുണ്ട്, അത് അറൗണ്ട് 6 months ആണ് വരുന്നത്. പിന്നെ ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ്, നമ്മൾ ആരെങ്കിലും കഴിക്കുമ്പോൾ നമ്മൾ തീരെ പൊടിക്കുഞ്ഞുങ്ങളാണെങ്കിൽ അത് മൈൻഡ് ചെയ്യില്ല. പക്ഷേ കുറച്ചുകൂടി പ്രായത്തുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം അവർ പിടിക്കാൻ വരും, അവർക്കത് വായനകത്ത് വെക്കാൻ തോന്നും. അങ്ങനെയുള്ള ഇതൊക്കെ കാണിച്ചു തുടങ്ങും അവർ. പിന്നെ നമ്മൾക്ക് വരുന്നത് അവരുടെ ബർത്ത് വെയ്റ്റിൻ്റെ ഡബിൾ ആയിരിക്കണം അവരുടെ ഇപ്പോൾ ഉള്ള വെയിറ്റ്. ആ ഒരു വെയിറ്റും കൂടി എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം അവർക്ക് ഫുഡ് കഴിക്കാൻ പ്രായമായി എന്നാണ് കാണിച്ചു വരുന്നത്. ഇതിനകത്ത് മിനിമം ഒരു 4 പോയിന്റ് എങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പണ്ടത്തെ പോലെ മലത്തി കിടത്തി അതിനകത്ത് കുത്തി നിറച്ച് കൊടുക്കേണ്ടതല്ല ഫുഡ്. അത് അവർ ആസ്വദിച്ചും അറിഞ്ഞും കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ്. പിന്നെ 6 മാസം മുതൽ 1 വയസ്സ് വരെ കുട്ടികൾക്ക് ഒരു സപ്ലിമെൻ്ററി മാത്രമാണ് നമ്മൾ പുറത്തെ ഭക്ഷണം. മെയിൻ ഫുഡ് മുലപ്പാലിൽ നിന്ന് തന്നെയാണ് വരുന്നത്, മെയിൻ ന്യൂട്രീഷൻ വരുന്നത്. 1 വയസ്സിന് ശേഷം മുലപ്പാൽ സപ്ലിമെൻ്ററി ഫുഡ് ഒരു സോഴ്സ് ഓഫ് ന്യൂട്രീഷനുമാണ്. 2 വയസ്സ് വരെ മുലപ്പാൽ കണ്ടിന്യൂ ചെയ്യുകയും വേണം.